ഇന്ന് ഞാനിവിടെ ബ്രെഡ് മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ 4 വശവുമുള്ള സൈഡ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/4 കപ്പ് റവയും 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ബ്രെഡ് പീസസ് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയും റവയും കടലപ്പരിപ്പും തൈരും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. ഇതിവിടെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതായത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് പാത്രം മൂടി 15 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ ചരിച്ച് കട്ട് ചെയ്തത് ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോഴേക്ക് സവാള സ്ലൈസ് ചെയ്തത് ഒരെണ്ണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല ഇതിന്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഞാനിവിടെ 3 പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഇതിലേക്കിട്ട് ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല ഇവിടെ തയ്യാറായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ദോശ ഉണ്ടാക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ മാവ് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്ക് ആയത് കാരണം നമ്മൾ ആദ്യം ഇതിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല. ദോശക്കല്ലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് നല്ലെണ്ണ തേച്ച ശേഷം മാവ് കോരി ഒഴിക്കണം. ദോശക്കല്ലിൻ്റെ ചൂട് പാകത്തിനായിരിക്കണം, അല്ലെങ്കിൽ മാവ് കട്ട കെട്ടും. മാവ് കോരി ഒഴിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് 5-6 തുള്ളി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ നെയ്യ് തേച്ച് കൊടുത്താലും മതിയാവും. ഇത് വെന്ത് വരുമ്പോഴേക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല വെച്ച് കൊടുക്കാം. ഒരു സൈഡ് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത ശേഷം നമ്മൾ സെൻറ്ററിൽ അമർത്തേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രെഡ് മസാല ദോശ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശയാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.